കെ.പി.സി.സി നേതൃത്വത്തിനെതിരെ കെ.എസ്.യു ജാമ്യമെടുക്കാൻ പോലും സഹായിച്ചില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസിന് നൽകുന്ന പരിഗണന കെ.എസ്.യുവിന് ലഭിക്കുന്നില്ലെന്നും വിമർശനം. രാഹുൽ മങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും നേതാക്കളുടെ ഇടപെടലും ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ.എസ്.യു സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നേതാക്കളുടെ വിമർശനം. ആർ റോഷിപാൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, പ്രധാനമായും ഈ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടതൊക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു വിമർശനം, എന്തൊക്കെ കാര്യങ്ങളാണ് വിമർശനം, എങ്ങനെയാണ് വിമർശിക്കുന്നത്? ഇന്നലെ ചേർന്ന കെ.എസ്.യു സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് ഇത്തരമൊരു വിമർശനം കെ.പി.സി.സി നേതൃത്വത്തിനെതിരെ ഉയർന്നത്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു വിമർശനം ഉയർന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം. കെ.പി.സി.സി നേതാക്കൾ ആരും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കെ.എസ്.യു നടത്തിയ സമരപരിപാടികളും അതിന്റെ പോലീസ് നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെ റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയില്ല എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. തിരുവനന്തപുരത്തടക്കം പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിലെ സംഘർഷം, റിമാൻഡിലായ പ്രവർത്തകരെ ജാമ്യത്തിലിറക്കാൻ സഹായിച്ചില്ല പാർട്ടി. സാധാരണഗതിയിൽ പാർട്ടിയുടെ ചുമതലയുള്ള, സംഘടനയുടെ ചുമതലയുള്ള കെ.പി.സി.സി ഭാരവാഹികളുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായി സംസ്ഥാന അധ്യക്ഷന്റെ ചില നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഈ ചുമതലയുള്ള രണ്ട് ഭാരവാഹികളും പദവി ഒഴിഞ്ഞതാണ്. ഒന്ന് കെ.പി.സി.സി ഉപാധ്യക്ഷൻ വി.ടി ബൽറാമും, രണ്ടാമത്തേത് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കെ ജയന്തുമാണ്. ഇരുവരും ചുമതല ഒഴിഞ്ഞിരുന്നു നേരത്തെ, പകരം മറ്റാർക്കും ചുമതല നൽകിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ഈ കെ.എസ്.യു നടത്തിയ സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്കുള്ള മാർച്ചും തുടർന്നുണ്ടായ സംഘർഷം, പിന്നീട് അറസ്റ്റിലായ പ്രവർത്തകരെ റിമാൻഡിലായപ്പോൾ അവർക്ക് ജാമ്യം ലഭിച്ചെങ്കിലും അവരെ പുറത്തിറക്കാൻ പണം കോടതിയിൽ കെട്ടിവെക്കാൻ സാധിച്ചില്ല, ജാമ്യത്തുക കെട്ടിവെക്കാൻ സാധിച്ചില്ല. അതിന് കൃത്യമായ ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. കെ.പി.സി.സി ഭാരവാഹികൾ ആരും ഇടപെട്ടില്ല എന്ന ഗുരുതരമായ പരാതിയും ആക്ഷേപവും ഒക്കെയാണ് കെ.എസ്.യു സംസ്ഥാന ഭാരവാഹികൾ ഉന്നയിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിക്കുന്ന പരിഗണന കെ.പി.സി.സി തങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനയായ കെ.എസ്.യുവിന് നൽകണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഏതായാലും ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടത് കെ.പി.സി അധ്യക്ഷൻ ഉൾപ്പെടെയാണ്. യോഗത്തിൽ പങ്കെടുത്ത വി.ടി ബൽറാമോ അല്ലെങ്കിൽ ജയന്തോ, ദീപാദാസ് മുൻഷിയോ പരിഹരിക്കാം എന്നതിനപ്പുറത്തേക്ക് മറ്റു ഉറപ്പുകളൊന്നും നൽകിയ വലിയ അതൃപ്തി കെ.എസ്.യു ഭാരവാഹികൾക്കിടയിൽ നേതാക്കൾ ഈ കാര്യത്തിൽ. ആ ഒരു എതിർപ്പ്, അതിന്റെ ഒരു അമർഷമാണ് ഇന്നലെ ചേർന്ന കെ.എസ്.യു സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രകടമായത്. ശരി, കെ.പി.സി.സി അവഗണിക്കുന്നു എന്നാണ് കെ.എസ്.യുവിന്റെ വിമർശനം. ജാമ്യമെടുക്കാൻ പോലും സഹായിച്ചില്ലെന്നടക്കം നേതാക്കൾ ഉന്നയിക്കുന്നു. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലാണ് ഈ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.